Hi all, welcome to ADA 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുന്ന PSC ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഡൗട്ട്സ് ഒക്കെ നിങ്ങളുടെ കമന്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഞാൻ എല്ലാ കമന്റ് ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടിന് എങ്ങനെയായിരിക്കാം, ഏത് മാസത്തിലായിരിക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സാധാരണ നടക്കുന്നതും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം നടക്കുന്നതും ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ഉണ്ട്. ഏകദേശം എക്സാക്ട് ഡേറ്റ് അല്ലെങ്കിലും ഏകദേശം ക്ലിയർ പിക്ചർ ഈ ഒരു 1-2 വർഷത്തിനുള്ളിൽ PSC തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായിരുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 36 വയസ്സ് വരെയാണ് എഴുതാൻ സാധിക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് 36 വയസ്സ് വരെയാണ് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. അപ്പൊ ഡിഗ്രി ആണെന്ന് പറയുമ്പോഴും ഒത്തിരി പേർക്ക് വേറൊരു ഡൗട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എഴുതാൻ പറ്റുമോ, അതല്ലെങ്കിൽ മറ്റു കുറെ പേർക്ക് ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, എക്സാം എഴുതി അവർക്ക് എഴുതാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് എക്സാം പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഓഫ് കോഴ്സ് എന്തായിരുന്നു PSC തുളസി എന്ന് പറയുന്ന ആ ഒരു ആപ്പിലെല്ലാം നമ്മുടെ ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എന്തായിരുന്നു അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ വെച്ചിട്ടില്ലെങ്കിൽ എന്ത് കാണിക്കും, ഇൻഎലിജിബിൾ എന്നാണ് കാണിക്കുക. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ, നിങ്ങൾ പാസ്സായി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഇപ്പോഴത്തെ എക്സാമിന്റെ പ്രത്യേകത അറിയാലോ. അപ്പൊ നേരത്തെ പോലെയല്ല, എക്സാം പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ്. ആദ്യം ഒരു പ്രിലിമിനറി മെയിൻ എക്സാം മാത്രം എഴുതിയാൽ മതിയെങ്കിൽ ഇപ്പൊ പ്രിലിമിനറി എഴുതണം. അത് ആസ് യൂഷ്വൽ 100 മാർക്കിനാണ് പ്രിലിമിനറി വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് മെയിൻ എക്സാം. മെയിൻ എക്സാം 200 മാർക്കിനാണ് വരുന്നത്. അതായത് 100 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അങ്ങനെയാണ് 200 മാർക്കിന് എന്തായിരുന്നു മെയിൻ എക്സാം വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ 2 പേപ്പറിലായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ആകെയുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. 2 പേപ്പറിലായിട്ടാണ് വരുന്നത്, 200 മാർക്കിനാണ് വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ പ്രിലിമിനറി മെയിൻ 2 എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. ഇങ്ങനെ ഒരു ലോങ് പ്രോസസ് ആണ് ഇപ്പൊ വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോ പ്രതീക്ഷിക്കാം പ്രിലിമിനറി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ രീതിയിൽ ഡിസംബർ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ഡിഗ്രി എക്സാമിന് അല്ലെ. നമ്മൾ ലാസ്റ്റ് ഇയറിലൊക്കെ നമ്മളത് കണ്ടാണ്, ഡിസംബറിലാണ് സാധാരണ രീതിയിൽ ഡിഗ്രി എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ ഡിഗ്രി എക്സാംസിന്റെ എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല, അതിന്റെ കൂടെ SI വരും. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറും എന്തായിരുന്നു, എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പരീക്ഷകൾ എന്തായിരുന്നു ഒരുമിച്ചാണ് ഇവിടെ വരുന്നത് അല്ലെ. ഇത്രയും പരീക്ഷകൾ ഒരുമിച്ചായിരിക്കാം പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു കോമൺ എക്സാം ആയിട്ട് നമ്മൾ എഴുതുന്നത്. സാധാരണ രീതിയിൽ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന എക്സാം, തസ്തികകളുടെ എക്സാം നടക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും. അതിന്റെ മീൻസ് സ്റ്റേജസ് കൂടുതലാണെങ്കിൽ മാക്സിമം പോയാൽ ജൂൺ. ഓക്കെ, ഈ ഒരു മാസങ്ങളിലായിരിക്കും ഇതിന്റെ എക്സാം വരുന്നത്. നമുക്ക് എപ്പോഴും മാക്സിമം അല്ല എടുക്കേണ്ടത്, മിനിമം ആണ് എടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് ഏപ്രിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണെങ്കിൽ ഏപ്രിലിൽ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എത്ര മാസം ഉണ്ട്, ഇതിപ്പോ ഒക്ടോബർ ആണല്ലേ. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ 1 നവംബർ 1 മാസം, ഡിസംബർ 2ാമത്തെ മാസം, ജാനുവരി 3ാമത്തെ മാസം, ഫെബ്രുവരി 4ാമത്തെ മാസം, മാർച്ച് 5ാമത്തെ മാസം, അതുപോലെ തന്നെ ഏപ്രിൽ 6ാമത്തെ മാസം അല്ലെ. 6ാം മാസത്തില് എക്സാം ആണ്. കൃത്യം 6ാമത്തെ മാസത്തിലെ ഒരു ഡേറ്റില് നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിലാണ് നമുക്ക് പഠിച്ചു തീർക്കേണ്ടത്. ഈ 6 മാസമാണ് കിട്ടുന്നത്. നിങ്ങൾ ഈ 6 മാസം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വിനിയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നോക്കുക. എക്സാം ഡേറ്റ് എന്തായിരുന്നു അടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. 6 മാസം എന്ന് പറയുന്നത് പെട്ടെന്ന് പോകും. ഇപ്പൊ സമയമൊക്കെ പെട്ടെന്ന് പോവാണ്. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ.
പിന്നെ അടുത്തത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടാണെങ്കിൽ, അപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ PSCയുടെ ഒക്ടോബർ 28 ചേർന്ന യോഗത്തിന്റെ തീരുമാനമാണ്. ഇതിൽ പറയുന്നുണ്ട്, നിലവിലെ റാങ്ക് പട്ടിക അവസാനിക്കുന്ന തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ഏപ്രിൽ 12 അല്ലെ, ഏപ്രിൽ 12 അപ്പോൾ 2023 കേട്ടോ, 2023 അപ്പൊ ഇവിടെ 2026 ഏപ്രിൽ 12 വരെ തന്നെ ഉണ്ടാവും, 11 വരെ തന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് പിറ്റേ ദിവസം തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണമെങ്കിൽ 2025 ആകുമ്പോഴേക്കും എക്സാം പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് വൈകില്ല, ഏപ്രിൽ മെയിൽ തന്നെ എന്തായിരുന്നു പ്രിലിമിനറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഇനി പഠിക്കാനൊരു ക്ലാസ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ADA 24/7 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കിരീടം 2ാമത്തെ ബാച്ച് നമുക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവും റെക്കോർഡ് സെഷനും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദീപാവലി സെയിൽ നടക്കുകയാണ്. Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 27% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. 27% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 27% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി ചോദിക്കും. അതിൽ സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് സെലക്ട് യുവർ എക്സാം ചോദിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ കേരള സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്താൽ ഇങ്ങനൊരു പേജ് വരും. അതിൽ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറിലൊന്ന് പോവാം. സ്റ്റോറിൽ പോയാൽ ദേ ഇങ്ങനെ കാണിക്കും കേട്ടോ, ഇങ്ങനെ കാണിക്കും. അതിൽ KPSC എടുക്കുക. KPSC എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി കോഴ്സസ് ഇവിടെ നമുക്ക് കാണിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സസിൽ എന്തുണ്ടാവും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഇവിടെ ഉണ്ട്. താഴെ തന്നെ ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇവിടെ ഉണ്ട്. ഇതിൽ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഇതിൽ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. അത് വ്യൂ ഓൾ എന്നിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ബാച്ച് 2 ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബൈ നൗ കൊടുക്കുക കേട്ടോ. ബൈ നൗ കൊടുക്കുക. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബൈ നൗ കൊടുക്കുക. മുകളിലത്തെ കോഡ് റിമൂവ് ചെയ്യുക. താഴെ Y681 എന്ന കോഡ് കൊടുക്കുക. Y681 കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ 2046 രൂപയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 27% ഡിസ്കൗണ്ടും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ബൈ.